edge on HP, resting on one of the base edge on HP with axis inclined to HP ആണെങ്കിൽ axis inclined to HP ആകുമ്പോൾ എന്തായാലും axis perpendicular to HP ആയിരിക്കും സിമ്പിൾ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പ് വെച്ച് വരയ്ക്കുന്ന സമയത്ത് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന വിധത്തിൽ വരയ്ക്കേണ്ടി വരും. ഓക്കെ, സ്ക്വയർ ആണെങ്കിൽ ലൈക്ക് ദിസ് you have to start. Okay, and if it is resting on VP, object VP ലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് ഓൺ ദ ബേസ് എഡ്ജ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് റെസ്റ്റിംഗ് ഓൺ VP ആൻഡ് ഇൻക്ലൈൻ ടു VP എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആക്സിസ് ഇൻക്ലൈൻ ടു VP, സോ ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP വിൽ ബി ദ സിമ്പിൾ പൊസിഷൻ. ആ കേസിൽ ഫ്രണ്ട് വ്യൂലാണ് ബേസിന്റെ ഷേപ്പ് കാണുക. സോ ഫ്രണ്ട് വ്യൂവിൽ എഡ്ജ് റൈറ്റ് എക്സിൽ വരുന്ന വിധത്തിൽ വരയ്ക്കേണ്ടി വരും when it is resting on the base edge. സ്ക്വയർ ആണെങ്കിൽ അതുപോലെ ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതേപോലെ തന്നെ റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് ഫേസ് ഉണ്ടാവും, സ്ലാൻഡ് എഡ്ജ് ഉണ്ടാവും. അതൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇറ്റ് വാസ് സ്ക്വയർ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ട്രയാങ്കുലർ ഫേസ് ഓൺ VP. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ട്രയാങ്കുലർ ഫേസ് ഓൺ VP. So this is the square pyramid. Okay, it's resting on one of the triangular face on VP. So like this. Okay, ഈ പൊസിഷൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ഓൺ VP ആകുമ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ VP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന വിധത്തിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, കാരണം ആക്സിസ് പെർപെൻഡിക്കുലർ VP ആകുമ്പോൾ ഫ്രണ്ട് വ്യൂയിലാണ് നമുക്ക് ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആണെന്ന് കാണാം. അപ്പൊ ഇതിൽ തന്നെ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന വിധത്തിൽ വരച്ചാൽ മാത്രമേ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ കോർണർ ആയിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ? എവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഓൺ ദ സ്ലാൻഡ് എഡ്ജ്. ഇറ്റ് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ സ്ലാൻഡ് എഡ്ജ്. ഈ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ കിട്ടുക. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരച്ചു തുടങ്ങാം സിമ്പിൾ പൊസിഷൻ. സോ ഇഫ് ദ സിമ്പിൾ പൊസിഷൻ ഇസ് റോങ്, കംപ്ലീറ്റ് റോങ് ആയിരിക്കും കേട്ടോ. And no marks will be awarded for that. Okay, clear? Okay, what about others? All clear? Okay, so let's do one more question from this part. Its axis inclined to one of the reference plane and parallel to the other. Write down. Draw the projections of a cone. Draw the projections of a cone. Draw the projections of a cone. Diameter of base 50 mm. Draw the projections of a cone. Diameter of base 50 mm, 50, and height 75 mm, and height 75 mm, and height 75 mm. Resting on HP. Resting on HP. Resting on HP. Resting on HP with the axis parallel to VP. Resting on HP with axis parallel to VP and inclined to HP. Axis parallel to VP and inclined to HP at 30 degrees. Parallel to VP and inclined to HP at 30 degrees. Okay, draw the projections of a cone, diameter of base 50 mm and height 75 mm, resting on HP with the axis parallel to VP and inclined to HP at 30 degree. Okay, so here we have a cone. Okay, cone is resting on HP. Okay, on the ground, resting on HP, and axis of the cone is okay. This we can cone assume here. So it is resting on HP, and the axis is parallel to VP and inclined to HP.
സോ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ ഇതുപോലെ ഉണ്ടാവും അല്ലെ, ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് ഇപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് പറയാം ഈ ഒരു പൊസിഷനിൽ ആക്സിസ് പാരലൽ ടു വി പി ആയിരിക്കും അല്ലെ, നിങ്ങൾ ലൈനിന്റെ കേസിലൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ now this position is axis inclined to HP and parallel to VP. Okay. Okay. So it is said that it is resting on HP. Okay. Can you say on which part it will be resting on the HP? ഈ ഒബ്ജക്റ്റിന്റെ ഏത് പാർട്ടിലായിട്ടായിരിക്കും ഇത് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും? ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളിത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ബേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എച്ച് പിയിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കിട്ടുമോ? ബേസ് കംപ്ലീറ്റ് ആയിട്ട് ഈ സമയത്ത് ഈ പോസ്റ്റിൽ എച്ച് പിയിൽ ടച്ച് ചെയ്യില്ലല്ലോ. ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ട് വരുന്ന ഏതാ? എഡ്ജ്. ഇത് നമ്മളെ കോണാണ് കേട്ടോ. കോണിന്റെ ബേസ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് സർക്കിൾ. ഓക്കെ, കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. നോ എഡ്ജസ്. എഡ്ജസ് ഇല്ല, ഇത് കംപ്ലീറ്റ്ലി കർവ്ഡ് ആണ്. സോ റെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ലോവർ മോസ്റ്റ് താഴെ വരുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അതായത് ഈ ബേസ് സർക്കിളിൽ ഏറ്റവും താഴെ വരുന്ന ഒരു പോയിന്റ്, ഒരു സിംഗിൾ പോയിന്റിലായിട്ടായിരിക്കും ഇത് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അവിടെ നമുക്കൊരു എഡ്ജോ കോർണറോ ഒന്നുമില്ല. സോ എ പോയിന്റ് ഓൺ ദ ബേസ് സർക്കിൾ ഇറ്റ് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ എച്ച് പി. സോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഹിയർ നിങ്ങൾ അഗൈൻ എന്താ ചെയ്യണം? Axis is inclined to HP, so you have to make it perpendicular to HP to get the simple position. So this is the simple position, and this position either view is start cheyyanam, in which view you can see the true shape of the base or end face. എന്തായിരിക്കും അറിയില്ലേ? ടോപ്പ് വ്യൂ ആണല്ലോ. ടോപ്പ് വ്യൂലല്ലേ നമുക്ക് ഇത് സർക്കിൾ ആണ് കാണാൻ പറ്റുക. ഫ്രണ്ട് വ്യൂ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ട്രയാംഗുലർ ഷേപ്പിലേ കാണുന്നത്. ഫ്രണ്ട് വ്യൂല് കോൺ ഒരു ട്രയാംഗിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്, ട്രയാംഗിൾ ഷേപ്പ്. സോ ബേസിന്റെ അല്ലെങ്കിൽ എൻഡ് ഫേസിന്റെ ഷേപ്പ് we can see only in the top view. So you have to start with the top view. Okay, top view circle ആണ് കാണുന്നത്. So draw circle. Diameter of the circle is 50. Diameter of the circle is 50. Okay, diameter of the circle is 50. സോ നിങ്ങൾ ഇതുവരെ എന്നോട് ഈ ഒരു ഡിസ്റ്റൻസിനെ പറ്റി ചോദിച്ചാൽ ആരെങ്കിലും? എക്സ്പ്ലെയിൻ നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒരു എഡ്ജ് നമ്മൾ ആദ്യം വരക്കണം, ആ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ദാറ്റ് പോയിന്റ് ഫ്രം ദ വി പി. എത്ര വി പിക്ക് എത്ര ഇൻഫ്രണ്ട് ആയിട്ടാണ് ആ ഒബ്ജക്റ്റ് ഉള്ളതെന്ന് അതിന്റെ മീനിങ്. ബട്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആ ഡിസ്റ്റൻസ് നമുക്ക് തന്നില്ല. എത്ര ഡിസ്റ്റൻസ് ഇൻഫ്രണ്ട് ആണ്. സോ യു ഹാവ് ടു ടേക്ക് എനി ഡിസ്റ്റൻസ്. യു ക്യാൻ ടേക്ക് എനി ഡിസ്റ്റൻസ്. ഓക്കെ, അത് എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര ഡിസ്റ്റൻസ് താഴെയായിട്ട് വേണമെങ്കിലും എടുക്കാം. ബട്ട് മേക്ക് വൺ തിങ് ഷുവർ ദാറ്റ് ദിസ് ഈസ് നോട്ട് ക്രോസിംഗ് ദ എക്സ് ലൈൻ ഓർ ടച്ചിങ് ദ എക്സ് ലൈൻ. അതിന്റെ ബൗണ്ടറി എക്സ് ലൈനെ ക്രോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ് ലൈനെ ടച്ച് ചെയ്തിട്ടോ വരാൻ പാടില്ല ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത്. ഓക്കെ, സോ this will be the top view of the cone in the simple position. Now, okay, now you have to project the extreme ends, extreme left end, extreme right end to the xy line. Okay, and project this center point. Center point project ചെയ്യുന്നതിന് വെച്ചാൽ you have to mark the axis first. പിരമിഡ് അതുപോലെ കോണിനൊക്കെ കേസിൽ ഫസ്റ്റ് നമുക്ക് ആക്സിസ് മാർക്ക് ചെയ്താൽ മാത്രമേ അപ്പെക്സ് കാണാൻ പറ്റുള്ളൂ. അപ്പെക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ആക്സിസ് വരക്കണം. സോ ആക്സിന്റെ ഡിസ്റ്റൻസ് നമ്മുടെ ബേസിൽ നിന്ന് മെഷർ ചെയ്യും, എത്ര ഹൈറ്റ് വെച്ചാൽ അത് മെഷർ ചെയ്യും. സോ ആക്ച്വലി ദിസ് പോയിന്റ് റെപ്രസെന്റ്സ് ടോപ്പ് വ്യൂലെ സർക്കിളിന്റെ സെന്റർ റെപ്രസെന്റ് എന്താ? ദാറ്റ് ഇസ് ദ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ്. ഓക്കെ, സിൻസ് ദ ആക്സിസ് ഈസ് വെർട്ടിക്കൽ ഓർ പെർപെൻഡിക്കുലർ ടു എച്ച് പി ഇൻ ദിസ് പൊസിഷൻ. ഓക്കെ, കോൺ വെർട്ടിക്കൽ ആയിട്ട് പെർപെൻഡിക്കുലർ എച്ച് പി നിൽക്കുന്ന സമയത്ത് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി അല്ലേ. സോ അറ്റ് ദിസ് പൊസിഷൻ ടോപ്പിൽ നമുക്ക് ഇത് ആക്സിസ് കംപ്ലീറ്റ് ഒരു ലൈൻ ആയിട്ടല്ല ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ ദാറ്റ് പോയിന്റ് ഈസ് മാർക്ക്ഡ് ഹിയർ അറ്റ് ദ സെന്റർ.
I can name this as OM. OM അപ്പോൾ അതിനകത്ത് O ഡാഷ് അപ്പെക്സ് ആയിട്ട് എടുത്തു, M ബേസ് സെൻറ്റർ ആയിട്ട് എടുത്തു. സോ O ഡാഷ് മാർക്ക് ചെയ്തിട്ട് M ഡാഷ് ഈ ഒരു പൊസിഷനിൽ വരുമായിരിക്കും. ഓക്കെ, ഇനി ബേസ് ആ ലെഫ്റ്റ് എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം തോറ്റത് ലൈൻ ജോയിൻ ചെയ്തിട്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ബേസ് വരയ്ക്കുക. സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ പല ആൾക്കാരും വരയ്ക്കുന്ന സമയത്ത് ഈ ബേസിലെ ഇത് തിക്കായിട്ട് വരുന്നില്ല. ദാറ്റ് ഷുഡ് ബി തിക്ക്. ഓക്കെ, അത് ഒബ്ജക്റ്റിന്റെ ബൗണ്ടറിയിൽ വരുന്നതാണ്. സോ അത് വരയ്ക്കാൻ വിട്ടുപോകരുത്. Okay, so this is the front view of the cone at a simple position. Now you have to convert it into the actual position, that is inclined to HP. What is the angle of the axis made with XY or HP? 30 degree അല്ലേ? 30 degree ആണ് ആക്സിസ് HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ആക്സിസ് ഈ സമയത്ത് ഈ പോസ്റ്ററിൽ പെർപെൻഡിക്കുലർ ടു HP ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് വൈ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എക്സ് വൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് കാണുന്നത്. നൗ അത് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു ദ എക്സ് വൈൻറ്റ് നിങ്ങൾക്ക് മാറ്റി വരയ്ക്കേണ്ടി വരും. സോ 30 ഡിഗ്രി ഏതെങ്കിലും ഒരു പോയിന്റിൽ 30 ഡിഗ്രി എടുത്തിട്ട് 30 ഡിഗ്രിയിൽ ആക്സിസ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലൈനാണ്? അതൊക്കെ ശ്രദ്ധിക്കണേ. ചെയിൻ ലൈനാണ് ആക്സിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് പോസ്റ്റിൽ ഞാൻ ആക്സിസ് ചെയിൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ 30 ഡിഗ്രിയിൽ ചെയിൻ ലൈനായിട്ട് ആക്സിസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ എപ്പോഴും ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബേസ് ഉണ്ടാവുക. അപ്പോൾ ബേസ് ഇവിടെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന വിധത്തിൽ സെയിം ലെങ്ത്, ഇതേ ലെങ്ത് തന്നെ നമുക്ക് ഇവിടെ താഴേക്ക് കിട്ടണം. ഓക്കെ, അതുപോലെ എന്തെന്നാ ഈ പോയിന്റ് ഇവിടെ ടച്ച് ചെയ്യണം. ബിക്കോസ് ഇത് എന്താ പറഞ്ഞുള്ളത്, റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ റെസ്റ്റിംഗ് ഓൺ HP ആവുന്ന സമയത്ത് അതിൽ ഒരു പോയിന്റിൽ ആയിട്ടാണ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആ പോയിന്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എക്സ്പ്ലെയിൻ ടച്ച് ചെയ്ത് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നൗ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പല ആൾക്കാരും അല്ലെ? 30 ഡിഗ്രിയിൽ ആക്സിസ് വരച്ചിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് വരയ്ക്കുമ്പോൾ പല ആൾക്കാരും ചെരിഞ്ഞു നോക്കുക ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിവിടെ എങ്ങനെ വരയ്ക്കാം? നമ്മൾ പിരമിഡ് വരയ്ക്കുമ്പോൾ എങ്ങനെയാ ചെയ്തത്? ഓർമ്മയില്ലേ? പിരമിഡ് വരയ്ക്കുമ്പോൾ എന്താ ചെയ്തത്? പിരമിഡ് വരയ്ക്കുന്ന സമയത്ത് പ്രിസത്തിന് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് സെയിം ഇതേ ആംഗിൾ ആയിരിക്കും ഈ ലോങ്ങർ എഡ്ജ് വരിക. അപ്പോൾ നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് പിരമിഡിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബേസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ എത്രയായിരിക്കും ആംഗിൾ? ബേസ് എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? What will be the angle made by the base with the XY line? 60 അല്ലെ? 60 ആയിരിക്കും. ബിക്കോസ് ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ 90 ഡിഗ്രി ആണ്. ദിസ് ഇസ് 30 ഡിഗ്രി. സോ റിമൈനിങ് ആംഗിൾ ഷുഡ് ബി 60 ഡിഗ്രി. ടോട്ടൽ നമുക്ക് 180 കിട്ടണ്ടേ. സോ ദിസ് വിൽ ബി 60 ഡിഗ്രി. സോ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ ഞാൻ ആദ്യം ആക്സ് വരയ്ക്കണമെന്നില്ല. ആദ്യം എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതായത് ഈ ഡയറക്ഷൻ നമുക്ക് 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. എന്നിട്ട് ബേസ് വരയ്ക്കാം. ഓക്കെ, ബേസിന്റെ ലെങ്ത് നമുക്ക് ഫ്രണ്ട് വ്യൂയിൽ ഇവിടെ ഉണ്ട്. ബേസിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ഇവിടെ ഡയമീറ്റർ തന്നെ വരിക 50. സോ 50 എമ്മിൽ ബേസ് ആദ്യം വരയ്ക്കാം. ദെൻ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പെക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ലെങ്ത് നമുക്ക് അറിയാലോ. ആ ലെങ്ത് കോമ്പസിന് മെഷർ ചെയ്ത് ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യാം. നമുക്ക് അപ്പെക്സ് കിട്ടും. അപ്പെക്സ് കിട്ടിയാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മിഡിൽ പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ആക്സിസ് വരയ്ക്കാം. അത് ത്രൂ ഔട്ട് ഇവിടെ വരെ എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് മാർക്ക് ദ ആംഗിൾ ഹിയർ. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യണ്ട. 30 ഡിഗ്രി ആണ് ഗിവൺ ആംഗിൾ. സോ ആംഗിൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് നിങ്ങൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. Now you have to project the top view at this position. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാനിവിടെ പോയിന്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? പോയിന്റ്സ് വേണം. പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബൗണ്ടറി ഒക്കെ ഫോം ചെയ്യുന്നത്. സോ യു ഹാവ് ടു മാർക്ക് ദ പോയിന്റ്സ്. ബട്ട് വെർ വിൽ ഐ മാർക്ക് ദ പോയിന്റ്സ്? എവിടെ ഞാൻ മാർക്ക് ചെയ്യാം? ടോപ്പ് വ്യൂ നോക്കുക, സർക്കിൾ ആണ്. ഇതിനൊരു കോർണർ ഒന്നും ഇല്ല. ഏതെങ്കിലും കോർണർ ഉണ്ടെങ്കിൽ നമുക്ക് കോർണർ പോയിന്റ് മാർക്ക് ചെയ്ത് പോവാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടില്ലേ? ബട്ട് ദർ ആർ നോ കോർണേഴ്സ് ഹിയർ. സോ
you have to divide this circle into some 8 parts, 8 or 12 parts. Generally ഞാൻ ഇവിടെ 8 parts ആക്കുക. 12 ആകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറേ പോയിന്റ്സ് വരും. അതുകൊണ്ട് ഇതിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ നോ ദീസ് രണ്ട് ഈക്വൽ പാർട്ടായി. ഒരു വേർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇപ്പോൾ ഇത് 4 പാർട്ടായി. ഓക്കെ, 90 ഡിഗ്രി ഈച്ച് ആയിട്ടുള്ള 4 പാർട്ടായി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ സെന്ററിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് 45 ഡിഗ്രി ആംഗിൾ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരക്കാണ് സെന്ററിലൂടെ. ഓക്കെ, അതുപോലെ സെയിം പൊസിഷനിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യാം, ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യാം, ദെൻ ഒരു ലൈൻ കൂടെ വരക്കാണ്. സോ ഈ വരക്കുന്ന ലൈൻസ് ഒക്കെ വളരെ ലൈറ്റ് ആയിരിക്കണം, ശ്രദ്ധിക്കുക, വളരെ ലൈറ്റ് ആയിരിക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഇൻ ദ സർക്കംഫറൻസ് വി നീഡ് സം പോയിന്റ്സ്. ഓക്കെ, കോർണേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച്. സോ ദീസ് ആർ ദ പോയിന്റ്സ്. ബേസിലുള്ള പോയിന്റ്സ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. കോർണേഴ്സ് ഇല്ല, കുറച്ച് കോർണേഴ്സ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം. നൗ യു ഹാവ് ടു മാർക്ക് ദീസ് പോയിന്റ്സ് ഇൻ ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ അതിലെ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? Can you say which all points will be visible in the front view? Base points, base points, points in the base. ഏതൊക്കെയായിരിക്കും? ആയിരിക്കും അറിയില്ല. ഞാനിത് കാണുന്നതിന് ഒരു മെത്തേഡ് വർക്കില്ലേ, ഓർമ്മയുണ്ടോ? ടോപ്പിൽ നോക്കിയിട്ട് ഫ്രണ്ട് വ്യൂ ഏതൊക്കെ പോയിന്റ്സ് ആണ് കാണാന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞില്ലേ, ഇല്ല? നമ്മൾ നേരെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ഇതിന് കറക്റ്റ് മിഡിലൂടെ ഏറ്റവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എവേ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ ടോപ്പ് നോക്കുക, ടോപ്പ് വ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എവേ ആയിട്ടുള്ള പോയിന്റ്സ് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് എക്സ്ട്രീം എ ബി സി ഡി ആൻഡ് ഇ, ദീസ് ഓൾ പോയിന്റ്സ് വിൽ ബി വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഇതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം പോയിന്റ്സ് വിസിബിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റ് ബി മാർക്ക് ചെയ്യണം. ഓൾറെഡി എ ഇവിടെ ഉണ്ട്, സോ എ ഡാഷ് ആൻഡ് ഇ ഡാഷ് മാർക്ക് ചെയ്യാം. റിമൈനിങ് പോയിന്റ്സ് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബി പ്രൊജക്റ്റ് ചെയ്യാണ്. ബി നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ലൈൻ വിൽ പാസ് ടു പോയിന്റ് എച്ച്. ഓക്കെ, കറക്റ്റായിട്ട് പോയിന്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് 45 ഡിഗ്രി ആംഗിൾ എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ എച്ച് വിൽ ബി ഇൻ ദ സെയിം ലൈൻ ഓഫ് ബി. ബി എന്ന് പ്രൊജക്റ്റ് ചെയ്ത ആ സെയിം ലൈനിലായിരിക്കും. ഓക്കെ, സോ ബി ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, ബി ഡാഷ്. അപ്പോൾ ബിയുടെ നേരെ ബാക്കിലായിട്ടാണ് എച്ച് വരുന്നത്, സോ അതുകൊണ്ട് തന്നെ അത് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. എച്ച് ഡാഷ് വിസിബിൾ ആയിരിക്കില്ല. സി വിസിബിൾ ആയിരിക്കും, സോ ഞാൻ ഇവിടെ സി ഡാഷ് മാർക്ക് ചെയ്യാം. സിന്റെ നേരെ ബാക്കിലായിട്ട് ഇവിടെ ജി വരുന്നുണ്ട്, സോ ബ്രാക്കറ്റിൽ ജി ഡാഷ്. ദെൻ ഡി, പോയിന്റ് ഡി നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഡി ഡാഷ് വരുന്നത്. അതിന്റെ നേരെ ബാക്കിലായിട്ട് അപ്പോൾ ഈ ഡി വരക്കുന്ന ലൈൻ തന്നെ എഫും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, പോയിന്റ് എഫ്. സോ ഡിന്റെ നേരെ ബാക്കിലായിട്ടാണ് എഫ് വരുന്നത്, സോ ബ്രാക്കറ്റിൽ ഡി ഡാഷിന്റെ ബ്രാക്കറ്റിലായിട്ട് എഫ് ഡാഷ് മാർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് നെയിം ചെയ്ത് അതിന് ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിൽ നെയിം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം തൊട്ടിട്ട് റൈറ്റ് എക്സ്ട്രീം വരെ അവേ ഫ്രം എക്സ് ലൈൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വിസിബിൾ ആയിരിക്കും. നിയറർ ടു ദ എക്സ് ലൈൻ വിസിബിൾ ആയിരിക്കില്ല. Okay, now you have to mark all these points in the second position. ഫ്രണ്ട് പിന്നെ ടിൽറ്റ് ചെയ്ത പൊസിഷനിൽ ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ O1 ഡാഷ് മാർക്ക് ചെയ്യാം, സഫിക്സ് വന്നിട്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏത് പോയിന്റിലായിരിക്കും? റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ലോവർ ആയിട്ട് വരുന്ന പോയിന്റ് ഈ പോയിന്റ് ആയിരിക്കുമല്ലോ, സോ ഇയിലായിരിക്കും ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത്. സോ E1 ഡാഷ് മാർക്ക് ചെയ്തു. ഓക്കെ, then
എ ഡാഷ് ഇവിടെയാണ് വരിക. സോ A1 ഡാഷ് മാർക്ക് ചെയ്തു. അതർ പോയിന്റ്സ് ബി സി ഡി അതൊക്കെ വരുന്നത് നമ്മൾ ഈ കറക്റ്റ് ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ നിന്ന് ഈ സെയിം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഡിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് തന്നെ മെഷർ ചെയ്യാം. അത് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, B1 dash and also H1 dash in the brackets. C1 dash and G1 dash. ഡി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇന്ന് തന്നെ മെഷർ ചെയ്യാം. ഇന്ന് ഏറ്റവും അടുത്ത് വരുന്നത് ഇ ആണല്ലോ, ഈ ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് അതും മാർക്ക് ചെയ്യാം. ഈ D1 dash and F1 dash. D1 dash and F1 dash. സോ ഇതുപോലെ നമുക്ക് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യാം. നൗ ബാക്കി നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ from all these points project lines continuous thin line in the downward direction. Okay, downward direction il nekka lines project cheyana, and also from the apex. Okay, now from the first top view, first portion simple portion top enna right side lekku project cheyam. So starting from A എന്ന് ഞാൻ ലൈൻ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇയിലൂടെ പാസ് ചെയ്യും. യു കൻ സീ ദാറ്റ്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വരച്ച ലൈന് മാത്രം ത്രൂ ഔട്ട് ഇതുവരെ വരച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതിൽ തന്നെ അപ്പെക്സ് ഓയും വരും കേട്ടോ. O എന്ന് വരുന്ന ലൈനും അത് തന്നെയാണ് വരിക. അപ്പം നമുക്ക് അപ്പെക്സ് വരുന്ന പോർഷൻ ഇവിടെയാണല്ലോ, O1 ഡാഷിന് താഴേക്ക്. സോ അത് മാത്രം ഞാൻ ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്യാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഇത്ര വരെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. കാരണം ബേസിൽ നിന്ന് വരുന്ന ലൈൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ അതുപോലെ ബാക്കിയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ബിന്ന് ഒരു ലൈന് പ്രൊജക്റ്റ് ചെയ്യണം. സോ ബിന്ന് വരക്കുന്ന ലൈന് ഇറ്റ് വിൽ പാസ് ത്രൂ ഡി. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ വരക്കുന്ന ലൈൻസ് ഒക്കെ തിന്നായിരിക്കണം. ഇതിന്റെ ഉള്ളിൽ തിക്കായിട്ട് ലൈൻസ് വരാൻ പാടില്ല, ശ്രദ്ധിക്കാം. ദെൻ സി, നെക്സ്റ്റ് എച്ച് ആൻഡ് എഫ്. എച്ച് എന്നൊരു ലൈന് പ്രൊജക്റ്റ് ചെയ്യാം, അത് എഫിലൂടെ പാസ് ചെയ്യും. ദെൻ ജി. ഓക്കെ, നൗ you can mark all the points. First ഞാൻ O മാർക്ക് ചെയ്യാം. O1 A1 dash താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത ലൈൻ ഇതാണ്. A എന്ന് പ്രൊജക്റ്റ് ചെയ്ത ലൈൻ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് you can mark it as A1. നെക്സ്റ്റ് B1 dash and B മീറ്റ് ചെയ്യുന്നത് B1. then C and C1 dash മീറ്റ് ചെയ്യുന്നത് C1. D and D1 dash meet in the D1. Okay, then E and E1 dash meet in the E1. Okay, next F and F1 dash meet in the point F1. G and G1 dash G1. H and H1 dash meet in the H1. ഇതുപോലെ ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കോണിന്റെ കേസിൽ കോൺ ആൻഡ് സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ ബൗണ്ടറി വരയ്ക്കും. ഞാൻ എന്താ ബൗണ്ടറി വരയ്ക്കുമ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടിയാൽ ആദ്യം തന്നെ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ബൗണ്ടറി വരയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കോൺ ആൻഡ് സിലിണ്ടറിന്റെ കേസിൽ ആദ്യം ബേസ് വരയ്ക്കുക കേട്ടോ. ബേസ് ആദ്യം കംപ്ലീറ്റ് ആക്കുക. ബേസ് എന്തായിരിക്കും ഷേപ്പ്? ഇൻ ദിസ് പൊസിഷൻ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ ബേസ്? സർക്കിൾ ആയിരിക്കുമോ? സർക്കിൾ ആയിരിക്കില്ലല്ലോ. എന്തായിരിക്കും? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക അല്ലേ? സോ ഫസ്റ്റ് ജോയിൻ ഓൾ ദീസ് പോയിന്റ്സ് ടു ഗെറ്റ് ദാറ്റ് ഷേപ്പ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഡോണ്ട് യൂസ് സ്കെയിൽ ടു ജോയിൻ ദീസ് പോയിന്റ്സ്. കോണിന്റെ കേസിൽ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ കേസിൽ ബേസ് പോയിന്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി സ്കെയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു സ്മൂത്ത് കർവ് ആയിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഫ്രീ ഹാൻഡ് ആയിട്ട് സ്മൂത്ത് കർവ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജോയിൻ ചെയ്ത് കോർണേഴ്സ് വരാൻ പാടില്ല. ഈ ഓരോ പോയിന്റ്സും ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കോർണർ ഫോം ചെയ്യാൻ പാടില്ല. ഒരു കർവ് ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് കർവ് ആയിട്ട്. സോ ആദ്യം ഞാൻ ഇത് തിന്നായിട്ട് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒരു തിൻ ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ആദ്യം തിന്ന് ജോയിൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇനി നമുക്കിവിടെ ബൗണ്ടറി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം തിക്കാക്കിയാൽ മതി.
ബൗണ്ടറി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നൗ പോയിന്റ് O ആണ് ഇനി ബാക്കിയുള്ളത് അല്ലെ. സോ ഫ്രം O ഡ്രോ ടാൻജൻസ് ടു ദിസ് എലിപ്സ്. ഓക്കെ, ഈ ഒരു എലിപ്സിന് ടാൻജന്റ് വരയ്ക്കാനുണ്ട്. എന്താണ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഈ ഒരു സർക്കിളിന് ഈ പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കുക? ഈ പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കുക? ഇവിടുന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നതിൽ വരയ്ക്കുക. വേറൊരു ഈ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക അല്ലെ. ജസ്റ്റ് സർക്കിളിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നതിൽ വരയ്ക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെ പ്ലേസ് ചെയ്ത് വരയ്ക്കണം. ഇവിടെ അതേപോലെ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അത് ഇവിടെ മാർക്ക് ചെയ്യൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. ഓക്കെ, ഇത് ഇവിടുന്ന് എലിപ്സിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റ് അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇവിടെ ജിയിൽ മീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സിയിൽ മീറ്റ് ചെയ്യണമെന്നോ നിർബന്ധമില്ല. അങ്ങനെ മീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മീറ്റ് ചെയ്യണം നിർബന്ധമില്ല. സോ നിങ്ങൾ ഇവിടെ ടാൻജന്റ് വരയ്ക്കാന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതിന് ഞാൻ ടാൻജന്റ് വരയ്ക്കുമ്പോൾ എനിക്കിവിടെ ടച്ച് ചെയ്യുന്നതായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ജി കുറച്ച് ഇപ്പുറം ഉള്ളത്, അവിടെ കറക്റ്റ് ജിയിൽ എത്തുന്നില്ല. അപ്പൊ അതുപോലെ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരെ വരുന്നുള്ളൂ, അല്ലാതെ സിയിൽ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ അത് നമുക്ക് തിക്കായിട്ട് വരയ്ക്കാം, ബിക്കോസ് ദാറ്റ് ഇസ് ദ ബൗണ്ടറി. ഓക്കെ, ഇനി ബൗണ്ടറിയിൽ വരുന്ന ബാക്കി റിമൈനിങ് പോർഷൻ എന്നത് ഈ എലിപ്സിന്റെ ഇത്രയും പോർഷനാണ്. അപ്പൊ അത് നമ്മൾ തിക്കായിട്ട് തന്നെ വരയ്ക്കുക. ബൗണ്ടറിയിൽ വരുന്ന എല്ലാ പോർഷനും തിക്കായിട്ട് വരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ ഇത്രയും പോർഷൻ തിക്കായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ ഈ റിമൈനിങ് പോർഷൻ അത് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും? ടു മാർക്ക് ദാറ്റ് യു നീഡ് ടു നോ ദ വിസിബിലിറ്റി. ബേസിന്റെ വിസിബിലിറ്റി അറിയണം, വെദർ ഇറ്റ് വിൽ ബി വിസിബിൾ ഓർ നോട്ട്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ചെരിച്ച് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് നോക്കുന്ന സമയത്ത് ബേസ് കാണാൻ പറ്റുമോ? ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ടോപ്പ് നോക്കുന്ന സമയത്ത് ബേസ് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, ബേസ് കാണണമെങ്കിൽ എങ്ങനെ ഉണ്ടാണോ? ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നാൽ ഈ ബേസ് ഇപ്പം മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള മുകളിലേക്ക്, അപ്പൊ നമുക്ക് ടോപ്പ് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ബേസ് ടോപ്പിൽ കാണാൻ പറ്റില്ല. സോ therefore the base will not be visible and you have to join these points using dashed line. Okay, dashed line വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഞാനിവിടെ അതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഡാഷ് ലൈൻ ആക്കുകയാണ് കേട്ടോ. ഡാഷ് ലൈൻ ആ കർവ് നേരത്തെ വരച്ച ഇതുണ്ടാവല്ലോ, അപ്പൊ അതിലൂടെ തന്നെ വരിക. Okay, now this is complete. Okay, ഇനി ഇതിൻ്റെ അകത്ത് ഡയമെൻഷൻ കൂടെ മാർക്ക് ചെയ്യാം. ഡയമെൻഷൻ ഹൈറ്റ് ആൻഡ് diameter. Diameter is 50. അപ്പോൾ ഡയമീറ്റർ മാർക്ക് ചെയ്യാനുള്ള സിമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഷേപ്പ് ഇൻഡിക്കേറ്റർ 5 എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഡയമീറ്റർ 50 ആൻഡ് ഹൈറ്റ് 75. So ഡയമെൻഷൻ പാർട്ട് കുറവാണ് കമ്പയർ ടു ദ ലൈൻസ്. ഓക്കെ, പ്രൊജക്ടർ ഓഫ് ലൈൻസിനെ കമ്പയർ നോക്കുമ്പോൾ ഡയമെൻഷനിങ് ചെയ്യാനുള്ളത് കുറവാണ്. ആംഗിൾ മാർക്ക് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Is there any doubt? Any doubt? Okay, clear ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആണ് കേട്ടോ. ഇൻക്ലൈൻ ടു പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വിത്ത് ആക്സിസ് ഇൻക്ലൈൻ ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻസ്. സോ അപ് ടു ദിസ് ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ് ടു ദിസ് ഈ ഒരു പാർട്ട് വരെയുള്ള നിങ്ങൾക്ക് പല പൊസിഷനിലും ഞാൻ പറഞ്ഞ ഈ പൊസിഷൻ തന്നെ ആവണമെന്നില്ല. റെസ്റ്റിംഗ് ഓൺ VP വരാം, റെസ്റ്റിംഗ് ഓൺ HP വരാം. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടോ, അപ്പോൾ അതുപോലെ എല്ലാം വരാം. ഓക്കെ, ഓൾസോ ഞാൻ നിങ്ങൾക്ക് 2 അസൈൻമെന്റ് തന്നുള്ളൂ, 3 അസൈൻമെന്റ് ഇഷ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് ഇഷ്യൂ ചെയ്യാം. ഇന്ന് ആഫ്റ്റർനൂൺ ഒരു അവർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ പഠിക്കണം.
കേട്ടോ. അത് അസൈൻമെന്റ് നാളെ സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ, അസൈൻമെന്റ് നാളെ സബ്മിറ്റ് ചെയ്യണ്ട, ബട്ട് യു ഷുഡ് നോ ഹൗ ടു ആൻസർ ദാറ്റ്. സോ ഉച്ചയ്ക്ക് ശേഷം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.